സ്വക്ഷേത്രം, ശത്രുക്ഷേത്രം, മിത്രക്ഷേത്രം, അങ്ങനെയുള്ള പല പല പൊസിഷനുകൾ സൗരയൂഥത്തിൽ ഈ ഗ്രഹങ്ങളുടെ യാത്രയ്ക്കുണ്ട്. അഷ്ടമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലേ, 8ന്റെ പണി എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ 8ലേക്കുള്ള യാത്രയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വ്യാഴത്തെ സംബന്ധിച്ച് ഉള്ള അനുഭവഗതികളിൽ പല കാര്യത്തിലും ഈ ധനുരാശിക്കാർക്ക്, അതായത് മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് ഒരു ചെറിയ രീതിയിലുള്ള കുഴപ്പങ്ങളും തടസ്സങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പൂരാടം പിറന്ന സ്ത്രീകൾ ഒരു വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവരായിരിക്കും അവിടുത്തെ വീട് ഭരിക്കുന്ന ആൾക്കാർ. അത് ഭർത്താവിന് കഴിവുള്ള ആൾക്കാരാണെങ്കിലും കഴിവില്ലാത്ത ആൾക്കാരാണെങ്കിലും ഭർത്താവിനേക്കാളൊക്കെ ഉത്തരവാദിത്വവും കുടുംബം ഏറ്റെടുത്ത് നടത്താനും അങ്ങനത്തെ ഉള്ള കാര്യത്തിനൊക്കെ, കുടുംബത്തിലൊരു ബിസിനസ് ഉണ്ടെങ്കിൽ അത് ഏറ്റെടുത്ത് നടത്താനും, മക്കളുടെ കാര്യത്തിന് നോക്കാനും, ഭർത്താവിൻ്റെ കാര്യം നോക്കാനും, അങ്ങനത്തെ ഉള്ള കാര്യത്തിനൊക്കെ പൂരാടം നാളുകാരികൾ വളരെ പേര് കേട്ട ആൾക്കാരാണ്. അതുപോലെയൊക്കെ തന്നെയാണ് പുരുഷന്മാർ. വലിയ വ്യത്യാസമൊന്നുമില്ല. അവർ പൊതുവേ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയോടെ ആൾക്കാരാണ്.